വെടിനിർത്തൽ ലംഘിച്ച് ലബനനിൽ ഇസ്രായേൽ ആക്രമണം. മാധ്യമപ്രവർത്തക കൊല്ലപ്പെട്ടു. ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർ ഗുരുതര പരിക്ക്. രക്ഷാപ്രവർത്തനവും ഇസ്രായേൽ തടസ്സപ്പെടുത്തിയെന്ന് ലബനൻ. തെക്കൻ ലബനനിൽ കൊല്ലപ്പെട്ടത് 5 പേർ. 10 ദിവസത്തെ വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ശേഷമുള്ള രൂക്ഷ ആക്രമണം. വെള്ളിയാഴ്ച സമാധാന ചർച്ചയെന്ന് ട്രംപ്. അമേരിക്കൻ പ്രസിഡന്റ് കള്ളം പറയുന്നുവെന്ന് ഇറാൻ. പശ്ചിമേഷ്യൻ സമാധാനം അകലെ ഏകപക്ഷീയമായ വെടിനിർത്തൽ നീട്ടിയത് തങ്ങളുടെ വിജയമെന്ന് ഇറാൻ. യുഎസിന് കനത്ത നഷ്ടം. AQ-4C ഡ്രോൺ തകർത്ത ഇറാൻ. ഇറാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് അമേരിക്കയ്ക്കുണ്ടാകുന്ന ഏറ്റവും വലിയ സാമ്പത്തിക നഷ്ടങ്ങളിലൊന്ന്. ഹോർമുസിൽ രൂക്ഷ പ്രതിസന്ധി. കപ്പലുകൾക്ക് നേരെ വെടിവെച്ചും പിടിച്ചെടുത്തും ഇറാൻ. സമുദ്ര നിയമങ്ങൾ ലംഘിച്ചതിനാണ് കപ്പലുകൾ പിടിച്ചെടുത്തതെന്ന് വിശദീകരണം. ഇറാന്റെ സമുദ്ര വ്യാപാരം പൂർണ്ണമായും തടയുമെന്ന് ട്രംപ്. യുദ്ധവുമായി ബന്ധപ്പെട്ട് ട്രംപ് ഭരണകൂടത്തിൽ രൂക്ഷ പ്രതിസന്ധി എന്ന് സൂചന. അമേരിക്കയുടെ നാവികസേനാ മേധാവി രാജിവെച്ചു. രാജി കാരണം വെളിപ്പെടുത്തിയിട്ടില്ല. ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട അഭിപ്രായ ഭിന്നതയിലെന്ന് സൂചന. ഹോർമുസ് ഉപരോധം വിജയമെന്ന് അമേരിക്ക അവകാശപ്പെടുമ്പോഴും 34 ഇറാനിയൻ ടാങ്കറുകൾ മേഖല കടന്നുവെന്ന് വിവരം. കപ്പലുകൾ കടന്നത് ട്രാക്കിംഗ് ഉപകരണങ്ങൾ ഓഫാക്കി. കപ്പലുകളിൽ ഇറാനിയൻ അസംസ്കൃത എണ്ണയെന്ന് സൂചന. കേരള മധ്യപ്രദേശ് പോലീസ് ഒത്തുകളിക്കുന്നുവെന്ന് കുംഭമേള വൈറൽ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ. ഗുണ്ടാ സംഘങ്ങൾ ഭീഷണിപ്പെടുത്തിയെന്നും ആരോപണം. രേഖകൾ ഹാജരാക്കിയിട്ടും കുറ്റാരോപിതനായ ഫർമാനെതിരെ കേസെടുക്കുന്നില്ല. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിൽ മൊഴി നൽകി മാതാപിതാക്കൾ. പൂരത്തിന് വെടിക്കെട്ട് വേണം എന്ന നിലപാടിലേക്ക് ദേവസ്വങ്ങൾ. സാമ്പിൾ വെടിക്കെട്ട് മാത്രം ഒഴിവാക്കണമെന്ന് പാറമേക്കാവ്. നിലപാട് യോഗത്തിൽ അവതരിപ്പിക്കും. പൂരം നടത്തണമെന്നാണ് പൊതുവികാരമെന്നും പാറമേക്കാവ്. അംഗീകരിച്ചില്ലെങ്കിൽ നിയമപരമായി നീങ്ങാനും നീക്കം. വെടിക്കെട്ട് പുര ദുരന്തത്തിൽ മരണസംഖ്യ 14. 4 പേരെ കണ്ടെത്താനായില്ല. തിരിച്ചറിയാനാകാതെ ഒരു മൃതദേഹം കൂടി. ശരീരാവശിഷ്ടങ്ങളുടെ DNA പരിശോധന തുടരുന്നു. തമിഴ്നാടും പശ്ചിമബംഗാളും ബൂത്തിൽ. തമിഴ്നാട്ടിൽ 234 നിയമസഭാ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് ഒറ്റഘട്ടത്തിൽ. ബംഗാളിൽ 152 മണ്ഡലങ്ങളിൽ ആദ്യഘട്ടം. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷ. വേനൽ ചൂട് കനക്കുന്നു. പാലക്കാട് 41 ഡിഗ്രി കടന്നു. 40-ലെത്തി പുനലൂർ. ഡാമുകൾ ജലനിരപ്പ് താഴേക്ക്. അങ്ങിങ്ങ് ഒറ്റപ്പെട്ട വേനൽ മഴ ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.